ഗൗതം അദാനിക്കെതിരെ നേരത്തെ തന്നെ അമേരിക്കയിൽ തട്ടിപ്പ് കൈക്കൂലി കേസ് നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ട്രംപ് വരുന്നത്. സ്വാഭാവികമായും ട്രംപ് വന്നു കഴിഞ്ഞാൽ ഈ കേസ് എന്താകുമെന്ന് ആലോചിച്ചു എന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളൊക്കെ. ട്രംപ് വന്നപ്പോൾ തന്നെ ട്രംപിന് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരുന്നു. അദാനിയുടെ ഞാൻ നേരത്തേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് മുടക്കാൻ തയ്യാറാണ് എന്ന് അദാനി നേരത്തെ തന്നെ എറിഞ്ഞിടുന്നു. അതിനിടയിലാണ് മോദി ട്രംപിനെ സന്ദർശിക്കാൻ അമേരിക്കയിലേക്ക് പോകുന്നത്. സ്വാഭാവികമായും ആ കേസ് എന്താകും, അതിൻ്റെ ഭാവി എന്താകുമെന്ന് എല്ലാവരും ആലോചിച്ചതാണ്. അതിനിടയിൽ മാധ്യമപ്രവർത്തകർ മോദിയോട് ആ കാര്യം ചോദിക്കുന്നു. പേഴ്സണലാണ് അക്കാര്യത്തിൽ രണ്ട് ഭരണത്തലവന്മാരെന്ന രീതിയിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിയുന്നതാണ് നമ്മൾ കാണുന്നത്. ആ വിഷയം കൂടി സംസാരിക്കുക. നിഷാദ്, ആ കേസ് മുക്കി എന്ന് തോന്നുന്നുണ്ടോ? മുങ്ങിപ്പോവോ? അല്ല, മുക്കി എന്നുള്ളതല്ല, അദാനിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നരേന്ദ്രമോദി എവിടെയെങ്കിലും ഉത്തരം പറയുന്ന ശീലം അദ്ദേഹത്തിന് ഇല്ല. അത് പാർലമെൻറ്റിലായാലും ശരി, പുറത്തായാലും ശരി. സാധാരണ പുറത്തങ്ങനെ ഉത്തരം പറയേണ്ടി വരില്ല, കാരണം അദ്ദേഹത്തിന് പ്രസ് മീറ്റിന് അഡ്രസ്സ് ചെയ്യേണ്ടി വരാറില്ല, അദ്ദേഹം പ്രസ് മീറ്റ് വിളിക്കാറില്ല. ഇത് അമേരിക്കയിൽ പോയപ്പോൾ നിർബന്ധിതമായ ഒരു സംയുക്ത വാർത്താ സമ്മേളനം വരികയും അതിൽ ചോദ്യങ്ങൾ ഉയർന്നു വരികയും ചെയ്തതാണ്. അപ്പോൾ അതിൽ അദ്ദേഹം വളരെ പെട്ടെന്ന് സ്കൂട്ടായി കളഞ്ഞു. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ ഗൗതം അദാനി എന്ന് പറയുന്നത് ഒരു കച്ചവടക്കാരനാണ് എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന കാര്യം. അത് വ്യക്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രണ്ട് രാഷ്ട്രത്തലവന്മാർ അവർ സംസാരിക്കേണ്ട കാര്യമില്ല എന്നാണ്. അപ്പോൾ സാധാരണ നിലയ്ക്ക് മോദി പറയുന്നത് വളരെ ലോജിക്കലാണ് എന്ന് നമുക്ക് തോന്നും. എന്താണ്, അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച്, ഏതെങ്കിലും വ്യവസായിയെക്കുറിച്ച് രണ്ട് രാഷ്ട്രത്തലവന്മാർക്കിടയിൽ സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ്. പക്ഷേ സത്യത്തിൽ ഈ ഗൗതം അദാനി എന്ന് പറയുന്ന ആൾ വെറും ഒരു വ്യക്തിയാണോ, വെറും ഒരു കച്ചവടക്കാരനാണോ, വെറും ഒരു വ്യവസായിയാണോ? ഈ ചോദ്യം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒന്നാമത് ഈ ചോദ്യം അമേരിക്കയിൽ നിന്ന് ഉയർന്നു വരുന്നത്, അമേരിക്കയിൽ ഇദ്ദേഹത്തിനെതിരെ കേസുണ്ട്. ഇവിടെ ഒരുപാട് ആരോപണം അദ്ദേഹത്തെക്കുറിച്ചുണ്ട്. അവിടുത്തെ കേസ് എന്താണ്? കൈക്കൂലി കൊടുത്ത് കരാറുകൾ സമ്പാദിക്കുന്നു. ആ കരാറുകൾ എന്താണ്, ആ കരാറുകൾ വഴി അദ്ദേഹം കോടിക്കണക്കിന് ഡോളർ സമാഹരിക്കാൻ പദ്ധതിയിടുന്നു. ഇതാണ് കേസ്. എന്നു മാത്രമല്ല, അദ്ദേഹം പല വായ്പകൾക്കും അപേക്ഷിക്കുന്നു. ദശലക്ഷക്കണക്കിന് ഡോളർ വായ്പകൾക്ക് അപേക്ഷിക്കുമ്പോൾ അതിന് വായ്പാ അപേക്ഷകളിൽ ഈ ബ്രൈബിൻ്റെ, കൈക്കൂലിയുടെ വിശദാംശങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാ അർത്ഥത്തിലും മറച്ചു വെക്കപ്പെട്ട കച്ചവടമാണ് ഇദ്ദേഹത്തിൻ്റെ എന്നതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണെന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഏജൻസി ഇതിനെതിരെ കഴിഞ്ഞ വർഷം ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിച്ച അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വ്യവസായി, ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളാണെന്ന് ഓർക്കണം, ഏറ്റവും വലിയ സമ്പന്നനാണ്. അദ്ദേഹത്തെക്കുറിച്ച് അമേരിക്കയിലുള്ള കേസ്, ഇതിനെ മുൻനിർത്തിക്കൊണ്ടാണ് ചോദ്യം. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ മോദിക്ക് ബാധ്യതയുണ്ടോ? അപ്പോൾ അതിനും മോദിക്ക് ബാധ്യതയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഇന്ത്യയിലൊരു കച്ചവടക്കാരെ അമേരിക്കയിൽ കേസുണ്ട്, ഇല്ലത് ട്രംപിനെ കാണും പറയണം. പക്ഷെ അങ്ങനെയാണോ ഇത്? നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിക്കും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്കും എങ്ങനെയാണ് അദാനിയിൽ നിന്ന് ഒഴിയാൻ പറ്റുക? കാരണം എന്താ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദാനിയും അദ്ദേഹം തമ്മിലുള്ള ദീർഘകാലത്തെ സൗഹൃദമാണ്. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കും മുതൽ ഇപ്പോൾ പ്രധാനമന്ത്രി പദത്തിലിരിക്കും വരെ അവർക്കിടയിൽ സുദീർഘമായ ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ കാലയളവിൽ അദാനി ഉണ്ടാക്കിയിട്ടുള്ള വരുമാനത്തിൻ്റെ, ലാഭത്തിൻ്റെ പെരുക്കം മാത്രം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ആ ബന്ധം. അതെങ്ങനെയാണ് ഗവൺമെൻറ് പോളിസീസ് എപ്പോഴും അദാനിക്ക് അനുകൂലമായി പ്രവർത്തിച്ചതെന്ന് കാണാം. ഒറ്റ കാര്യം നോക്കിയാൽ മതി, ഇന്ത്യൻ ബാങ്കിങ് മേഖലയ്ക്ക് മേലെ നെറുകം തലയിൽ തൂങ്ങിക്കിടക്കുന്ന കൊടുവാളാണ് അദാനി എന്ന കാര്യം ഇന്ത്യൻ സാമ്പത്തിക മേഖല സൂക്ഷിച്ചോളൂ എന്നാണ് ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞ പ്രധാനപ്പെട്ട വാചകങ്ങളൊന്ന്. കാരണം എന്താണ്, ഇതുപോലെ നമ്മൾ പലപ്പോഴും ഇവിടെ സംസാരിച്ചതുപോലെ കുമിള പോലെ വീർപ്പിച്ചു വെച്ച ഓഹരി മൂല്യം സത്യത്തിൽ അങ്ങനെ ഒന്നില്ല. അത് കാണിച്ച് ബാങ്കുകളിൽ നിന്ന് ശതകോടികൾ കടമെടുത്തിരിക്കുന്നു. എന്നെങ്കിലും ഒരു ദിവസം ഈ അദാനി പൊട്ടിപ്പോയാൽ ഇന്ത്യൻ സമ്പദ്ഘടന നിന്നൊലയും എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഏജൻസിയാണ്. അതിന് എന്താ പറയുന്നത്, അത് കേവലമായ ആരോപണങ്ങളല്ല എന്നുള്ള വിവരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിനെക്കുറിച്ചാണ് മോദിയോട് ചോദിക്കുന്നത്. മോദിക്ക് ആൻസറില്ല. എന്ന് മാത്രമല്ല, മോദിയും ഇദ്ദേഹവും കൂടി ഓസ്ട്രേലിയയിൽ പോയി വരുന്നു. ഓസ്ട്രേലിയയിൽ പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉടനെ ഇദ്ദേഹത്തിന് $100 കോടി വായ്പ എല്ലാ തരത്തിലുള്ള ചട്ടങ്ങളും മറികടന്നുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുക്കുകയാണ്. ആ വ്യവസായിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മോദിക്ക് ഉത്തരം പറയാൻ ബാധ്യതയില്ലേ? മോദിയും ഇദ്ദേഹവും കൂടി ഇസ്രായേലിൽ പോയിട്ട് തിരിച്ചു വരുന്നു. ഇസ്രായേലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇസ്രായേലിലെ വിമാനത്താവളങ്ങളുടെ നല്ലൊരു ശതമാനം ഓഹരി, പ്രധാനപ്പെട്ട ചിലതിൻ്റേത് അദാനി സ്വന്തമാക്കുന്നു. ഈ ബന്ധത്തെക്കുറിച്ച് പറയാൻ അദ്ദേഹത്തിന് ബാധ്യതയില്ലേ? ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ചിരിച്ചുല്ലസിച്ച് യാത്ര ചെയ്യുന്നതിൻ്റെ ചിത്രം വലിയൊരു ഒരു എൻലാർജ്ഡ് പിക്ചർ ഉയർത്തി കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്, ഇയാൾ നിങ്ങൾ നമ്മളുടെ ഏർപ്പാട് എന്താണെന്ന്. ഉത്തരം പറഞ്ഞില്ല. 1.5 മണിക്കൂർ അന്ന് പ്രസംഗിച്ചു പാർലമെൻറ്റിനകത്ത്. മോദി ഉത്തരം പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ശ്രീലങ്കയിലെ കാറ്റാടി കമ്പനിയുടെ കരാർ, അത് അവിടുത്തെ സർക്കാർ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അദാനിക്ക് കൊടുക്കേണ്ടി വന്നാൽ അവിടെ വലിയ ബഹളമായി. ഓക്കെ, അതുമാത്രമാണോ? ഇവിടെ പറഞ്ഞ മുംബൈയിലെ വിമാനത്താവളം വലിയ പ്രശ്നം ഉണ്ടായ ഒന്നാണ്. മുംബൈയിലെ വിമാനത്താവളം സ്വകാര്യ കമ്പനികൾ കൊടുക്കുന്നതിനെക്കുറിച്ച് മോദി ചട്ടം മാറ്റാണ് കൊടുത്തത്. പ്രതിരോധ കരാറുകൾ അദാനിക്ക് കൊടുക്കുന്നത്, അദാനിക്ക് എന്താണ് പ്രതിരോധ രംഗത്തുള്ള എന്താണ് മികവ്? ഒരു മുൻപരിചയമില്ല. പക്ഷേ എന്നിട്ടും കൊടുത്തു. പ്രതിരോധ രംഗത്ത് ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയുള്ള ഡ്രോണുകൾ ഉണ്ടാക്കാനുള്ള കരാർ മുഴുവൻ അദാനിക്ക് എഴുതി കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ ഇന്ത്യൻ ഗവൺമെൻറ്റും ഈ അദാനി എന്ന് പറയുന്ന വ്യവസായം തമ്മിലുള്ള ബന്ധം
മോദി പോയിടത്തൊക്കെ മോദി ഇന്ത്യയുടെ, അതായത് രാഹുൽ ഗാന്ധിയുടെ വിമർശനമുണ്ട്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സവിശേഷാധികാരം വിദേശ നയങ്ങൾ രൂപപ്പെടുത്താനും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുമായി സന്ദർശിക്കുമ്പോൾ ഇന്ത്യയുടെ രാജ്യ താല്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം ആ സന്ദർശനങ്ങളെല്ലാം കേവലമായ ഒരു വ്യക്തിക്ക് ആവശ്യമായ കരാറുകൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വിദേശയാത്രകൾ നടത്തുന്നുള്ള ഗുരുതരമായ ആക്ഷേപമാണ് ഉയർത്തിയത്. അതിന് മോദി ഉത്തരം പറഞ്ഞിട്ടില്ല, മര്യാദയ്ക്കെന്ന് ഓർക്കണം. അപ്പോൾ അത്രയും സർക്കാരുമായി ബാന്ധവത്തിലുള്ള ഒരാൾ, ഈ ഗവൺമെൻറ്റിൻ്റെ പോളിസി ചേഞ്ചസിൻ്റെ പേരിൽ മാത്രം ശതകോടികൾ ലാഭം ഉണ്ടാക്കിയ ഒരാൾ, അല്ലെങ്കിൽ അയാളുടെ പുതിയ ബിസിനസ് പ്രോജക്റ്റുകൾക്ക് ഒപ്പിച്ച് സർക്കാർ നിരന്തരം നയം മാറ്റി കൊടുക്കുന്നു എന്ന ആക്ഷേപം നേരിടുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ വിദേശത്ത് പോയി അമേരിക്ക പോലൊരു രാജ്യത്ത് ഇവിടെ വലിയ കൈക്കൂലി കൊടുത്ത് കരാറുണ്ടാക്കുന്നുള്ള കേസ് നേരിടുന്ന ഒരാൾ, അയാളെക്കുറിച്ചുള്ള ചോദ്യത്തിന് മോദിയെ ആദ്യമായിട്ട് കിട്ടുകയാണ് ഈ ചോദ്യം ചോദിക്കാൻ. ആ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കതിന് ഉത്തരം പറയാൻ ഒരു ബാധ്യതയില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അതിൽ ഉത്തരവില്ല എന്നാണ് യാഥാർത്ഥ്യം. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിനൊന്നും സത്യത്തിൽ അദ്ദേഹത്തിന് ആൻസറില്ല. അത് പാർലമെൻറ്റിൽ ചോദിച്ചപ്പോഴും ഇല്ല. അതുകൊണ്ട് ആ ഒഴിഞ്ഞു പോകൽ എന്തോ ഒരു സാധാരണ സംഗതിയാണ്. അദാനിയെക്കുറിച്ചൊന്നും മറുപടി പറയാൻ എനിക്ക് ബാധ്യതയില്ല എന്ന് പറഞ്ഞാൽ അത് ഒട്ടും യുക്തിസഹവുമല്ല. അതിനകത്ത് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്ന് മോദിക്ക് മാറി നിൽക്കാൻ കഴിയും എന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇവിടെ പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ആവശ്യം വളരെ വാലിഡായിട്ടുള്ള ഒന്നാണ്. ഈ കാര്യത്തിൽ മോദിക്ക് മറുപടി പറയാൻ ബാധ്യതയുണ്ട്. അദ്ദേഹം അത് എവിടെയെങ്കിലും പറയട്ടെ. ദാവൂദ് സാഹിബ്, ട്രംപിന് ബിസിനസ്സാണ് മെയിൻ. അപ്പോൾ ഈ സന്ദർശനത്തിലെ കൂടിക്കാഴ്ചകളിൽ എവിടെയെങ്കിലുമൊക്കെ ഈ അദാനി ഒരു വിഷയമായി വന്നിട്ടുണ്ടാവില്ലേ? നമുക്ക് നമ്മൾ ഈ മുമ്പ് ഈ വിഷയം വന്നല്ലോ, പിന്നെ ഹിൻഡൻബർഗല്ല, ഈ അഡാനിക്കെതിരെ കേസെടുത്ത അന്ന് നമ്മളത് ഇവിടെ ചർച്ച ചെയ്തിരുന്നു. അന്ന് ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, അന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസാണ് ഇദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നത്. US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് DOJ. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ആ കാലത്ത് പിന്നെ അന്ന് ഇലക്ഷൻ പ്രചാരണം നടക്കുന്ന കാലം കൂടിയാണ്. ഇലക്ഷൻ റാലികളിൽ ട്രംപിൻ്റെ പ്രധാനപ്പെട്ട ഒരു വീരവാദം അല്ലെങ്കിൽ ഒരു പ്രോമിസ് എന്തായിരുന്നു വെച്ചാൽ, ഞാൻ അധികാരത്തിൽ വന്നാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് പിരിച്ചുവിടുന്നതാണ്. അപ്പോൾ ഈ കേസിൻ്റെ ഭാവി എന്താവും എന്നതിനെക്കുറിച്ചായിരുന്നു അന്ന് നമ്മൾ ഔട്ട് ഓഫ് ചർച്ച ചെയ്തത്. ഞാൻ പറയുന്നു, കേസിൻ്റെ ഭാവിയെക്കുറിച്ചല്ല ചർച്ച ചെയ്യേണ്ടത്, ഈ കേസ് എടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിൻ്റെ ഭാവി എന്താവും എന്നാണ് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് പിരിച്ചുവിടുക എന്നത് ട്രംപിൻ്റെ ഇലക്ഷൻ പ്രഖ്യാപനങ്ങളിലൊന്നാണ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളിലൊന്നാണ്. DOJ വേണ്ട. ഇപ്പോൾ അമേരിക്ക പ്രവർത്തിക്കുന്നത് എന്താണ്? DOGE ആണ്. നമ്മുടെ ഇലോൺ മസ്കിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എന്താണ്, ഈസിനെസ്സോ എന്തോ പറഞ്ഞിട്ട് ഒരു സാധനം DOGE ആണത്. അതെ, DOJ അല്ല, DOGE ആണ് അമേരിക്ക ഇനി നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അഡാനിയുടെ കേസിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്ന് മാത്രമല്ല, ഇദ്ദേഹം പ്രസിഡൻ്റായ ഉടനെ തൊട്ടുടനെ 18 എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഇറക്കിയില്ലേ. ആ 18 എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിൽ ഓരോ ഓർഡർ എന്താ അറിയോ, ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് ഇറക്കിയിട്ടുള്ള ഓർഡേഴ്സിനെ അതിനെ ഫ്രീസ് ചെയ്തുകൊണ്ടുള്ളതാണ്. അതിൻ്റെ ഫർദർ പ്രൊസീഡിങ്സ് ഫ്രീസ് ചെയ്തുകൊണ്ടുള്ളതാണ് 18 എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഓരോ ഓർഡർ. പക്ഷെ അദ്ദേഹത്തിന് എപ്പോഴും അത് മാറ്റാം. പക്ഷെ എനിക്ക് തോന്നുന്നത് ട്രംപ് അങ്ങനെ എളുപ്പത്തിൽ അത് വിട്ടുകൊടുക്കുമെന്ന് ഞാൻ തോന്നുന്നില്ല. ട്രംപ് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബാർഗെയിനിങ് ചിപ്പായിട്ട് അവിടെ വെക്കും. മനസ്സിലായില്ലേ? അത് വെച്ച് വിലപേശും. അത് വെച്ച് അവിടെയാണ് സേഫ് വെച്ചത്. ട്രംപ് ഒരു കച്ചവടക്കാരനാണോ? ട്രംപ് അത് വെച്ച് കച്ചവടം ചെയ്യും. അതാണ് സംഭവിക്കുക. ഗവൺമെൻറ് എഫിഷ്യൻസിയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി, DOGE. അപ്പോൾ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ട്രംപിനോട് ഈ ചങ്ങല വെച്ചതിനെതിരെ പറഞ്ഞിട്ടുണ്ടാകുമായിരിക്കും എന്നാണ് ശശി തരൂർ പറയുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുമായിരിക്കുമെന്ന് ഇതിൽ നിന്ന് എത്തണ്ടില്ല. അദ്ദേഹം ഇവിടുത്തെ ഒരു ദേശീയ ബിംബമല്ലേ. ട്രംപിനോട് പരസ്യമായിട്ട് പറഞ്ഞൂടെ, ഈ പണി ശരിയല്ല എന്ന് പറഞ്ഞൂടെ? എന്തുകൊണ്ടാണ് അദ്ദേഹം പറയാത്തത്? അദ്ദേഹത്തിന് നോക്കൂ, മറ്റാരേക്കാളും വിജൃംഭിത ദേശീയതയുടെ ആളാണല്ലോ ഈ സംഘ് പരിവാറുകാർ എല്ലാവരും നരേന്ദ്രമോദി. അപ്പോൾ സ്വാഭാവികം ഇന്ത്യൻ പ്രൈഡിനെ തന്നെ അപമാനിച്ച ഒരു സംഭവമല്ലേ ഈ സംഗതി. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്കോ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കോ ആർക്കും ഒരക്ഷരം അതേക്കുറിച്ച് പറയാൻ പറ്റുന്നില്ലല്ലോ? പറയണമെന്ന് മോഡി ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം അദ്ദേഹം കടുത്ത ദേശീയവാദിയാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ അദ്ദേഹത്തെയും മുറിവേൽപ്പിച്ച സംഭവമായിരിക്കും അത്. പക്ഷെ അദ്ദേഹത്തിന് പറയാൻ സാധിക്കാത്ത വിധം ഇപ്പുറത്ത് ഇത് കിടക്കുകയാണ്. അപ്പോൾ ട്രംപ് ചെയ്യാൻ പോകുന്നത് ഇത് വെച്ച് വിലപേശുക, ഇത് വെച്ച് ഈ വികടൻ്റെ കാർട്ടൂണിൽ പറഞ്ഞ പോലെ കൂടുതൽ എൻസ്ലൈവ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഈ പറഞ്ഞത് വ്യക്തികളെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കാറില്ല എന്നല്ല പറഞ്ഞ്, ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഇന്ത്യയെ അടിയറ വെക്കുന്ന ഒരവസ്ഥയിലേക്കും കാര്യങ്ങൾ പോകുക എന്നുള്ളതാണ്
സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും അദാനിയുടെ കേസ് ട്രംപ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് കണ്ടറിയുക തന്നെ വേണം. ഔട്ട് ഓഫ് ഫോക്കസ് അവസാനിക്കുന്നു. നാളെ വീണ്ടും ഇരിക്കാം.